ഫയർമാന്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഇപ്പോൾ പരീക്ഷയുടെ ഡേറ്റുമായി ഡിസംബർ 23-നാണ് നിങ്ങളുടെ ഫയർമാന്റെ പരീക്ഷാ ഡേറ്റ്. ഫയർമാന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഉയർന്ന ചോദ്യമായിരുന്നു ഫയർ വുമണ് പരീക്ഷ ഉണ്ടാകുമോ എന്നുള്ളത്. ഇപ്പോൾ 38 തസ്തികയിലേക്ക് കേരള PSCയുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫയർ വുമന്റെ തസ്തിക കൂടി വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും കേരള PSCയിൽ ഉടനെ തന്നെ ഫയർ വുമന്റെ തസ്തിക അല്ലെങ്കിൽ ഫയർ വുമൺ എന്ന് പറയുന്ന പരീക്ഷ നടത്തും. അതിന് ഫയർമാന്റെ കൂടെ നടത്താനുള്ള ചാൻസ് ഇല്ല. ഫയർ വുമണ് പ്രത്യേകിച്ചായിരിക്കും മിക്കവാറും പരീക്ഷ ഉണ്ടാവുക. മെയിൻസ് എക്സാം തന്നെ ആയിരിക്കും ഇതിനുണ്ടാവുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു വിശ്വാസം. കാരണം സിവിൽ പോലീസ് ഓഫീസറിനൊന്നും പ്രിലിംസ് പരീക്ഷ ഇത്തവണ ഇല്ലായിരുന്നു. അപ്പോൾ പുതിയ ചെയർമാൻ പറഞ്ഞ പോലെ തന്നെ ചില തസ്തികകൾക്ക് എന്ത് ചെയ്യുന്നു, പ്രിലിംസ് പരീക്ഷ എടുത്ത് മാറ്റുന്നു. അതിലെന്തായാലും ഈ ഒരു ഫയർമാന്റെ അല്ലെങ്കിൽ ഫയർ വിമൺ പരീക്ഷകൾക്കും പ്രിലിംസ് പരീക്ഷ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫയർമാന്റെ തസ്തികയിലേക്കുള്ള പരീക്ഷ, ഫയർ വിമന്റെ തസ്തികയിലേക്കുള്ള എക്സാമിനേഷൻസ് ഉടനെ തന്നെ വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫയർ വിമന്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി എടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഓൾറെഡി ഫ്രീ ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചാനലിൽ തന്നെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനിതാ ഫയർ വുമണ് കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചാൻസ് ആണത്. അപ്പോൾ നിങ്ങളും കൂടി സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുക. ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മെറ്റീരിയൽസ്, റിലേറ്റഡ് നോട്ടുകൾ, അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നടത്തുന്ന എല്ലാ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളുടെയും റിലേറ്റഡ് ആയിട്ടുള്ള PDF മെറ്റീരിയൽസ്, മോഡൽ എക്സാം, മോക്ക് ടെസ്റ്റിന്റെ ഒക്കെ PDF നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് 100 രൂപ മാത്രമാണ് ആകെ ചാർജ് ചെയ്യുന്നത്. ആ ഒരു 100 രൂപ നിങ്ങൾ ഇത് കൊടുത്തിട്ടുള്ള നമ്പറിൽ 9961696272 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ ഈ ഒരു പേയ്മെന്റ് ചെയ്ത 100 രൂപ അയച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ആ ഒരു ഗ്രൂപ്പിൽ നമ്മുടെ ചാനലിൽ എടുക്കുന്ന ക്ലാസ്സുകൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക സ്പെഷ്യൽ ടോപ്പിക്കിനാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ടോപ്പിക്കുകളിലേക്ക് കൂടി കടക്കുന്നതായിരിക്കും. എന്ത് തന്നെയായാലും ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയൊക്കെ ക്ലാസ് നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയായിരിക്കും. അപ്പോൾ എന്ത് തന്നെയായാലും ഫയർമാനും ഫയർ വുമണും തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് യൂസ് ചെയ്യാം. ഇനി മുതൽ ഫയർ വുമന്മാർ അല്ലെങ്കിൽ ഫയർ വുമൺ കൂടി എന്ത് ചെയ്യുക, ഇതിലേക്ക് വരിക. നിങ്ങൾക്കുള്ള അവസരം കൂടി നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നോട്ട്സ് ആവശ്യമുള്ളവർ ഈ പറഞ്ഞ പോലെ തന്നെ 100 രൂപ ജസ്റ്റ് ഒന്ന് അയക്കുക. 100 രൂപ അയക്കേണ്ട നമ്പർ 996111697272 എന്ന് പറയുന്ന നമ്പറിലേക്ക് അയക്കുക. അയച്ച ശേഷം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഒരു ബിരിയാണി കഴിക്കുന്ന കാശ് പോലും ആവുന്നില്ല, കംപ്ലീറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഫയർ വുമന്റെ കാര്യത്തിലും ആ ഒരു തീരുമാനമായിട്ടുണ്ട്. ഫയർ വുമൺ ആദ്യ വിജ്ഞാപനത്തിലെ ഒഴിവുകൾ നികത്താൻ വീണ്ടും വിജ്ഞാപനം എന്നാണ് വാർത്ത വന്നിട്ടുള്ളത്. ഫയർ വുമൺ തസ്തികയിൽ 3 വർഷത്തിനിടെ 2 വിജ്ഞാപനങ്ങളായിട്ടുണ്ട്. 2020 നവംബർ 16-നായിരുന്നു ആദ്യ വിജ്ഞാപനം. പ്രിലിമിനറി, മെയിൻ പരീക്ഷ, കായികക്ഷമതാ പരീക്ഷ, നീന്തൽ പരീക്ഷ എന്നിവയ്ക്ക് ശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ മാർച്ചിലാണ്. 100 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ റാങ്ക് ലിസ്റ്റിൽ ആവശ്യത്തിന് ആൾക്കാരെ ഉൾപ്പെടുത്താതിരുന്നതിനാലാണ് കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ മാത്രമാണ് ഒഴിവുകൾ പൂർണ്ണമായും നികത്താൻ കഴിഞ്ഞത്. ബാക്കിയുള്ള ജില്ലകളിലൊന്നും ഒഴിവുകൾ കംപ്ലീറ്റ് ആയിട്ട് നികത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. കൊല്ലത്ത് റാങ്ക് ലിസ്റ്റ് ആയിരുന്നു ഏറെ വിചിത്രം. അവിടെ 5 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിൽ ഒരാൾക്ക് മാത്രമേ അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. മാത്രമല്ല പത്തനംതിട്ട ജില്ലയിലും 5 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും 4 പേർക്ക് നിയമന ശുപാർശ നൽകാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ജില്ലകളിലെ നിയമന ശുപാർശകളൊന്നും കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒഴിവുകളെല്ലാം നികത്താനായിട്ട് പോകുന്നത് ഈ വരാൻ പോകുന്ന ഫയർ വുമന്റെ വിജ്ഞാപനത്തിലായിരിക്കും. പറയുമ്പോൾ കഴിഞ്ഞ ഒഴിവുകളും പുതിയ ഒഴിവുകളും അതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഫയർ വുമന്റെ കഴിഞ്ഞ നിയമന ശുപാർശയാണ് കൊടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 14 കൊല്ലത്ത് 1, പത്തനംതിട്ട 4, ആലപ്പുഴ 4, കോട്ടയം 5, ഇടുക്കി 5, എറണാകുളം 15, തൃശ്ശൂർ 5, പാലക്കാട് 4, മലപ്പുറത്ത് 5, കോഴിക്കോട് 14, വയനാട് 5, കണ്ണൂർ 5, കാസർഗോഡ് 4, ആകെ 90. ഇതിൽ ബാക്കി ബാലൻസ് വന്നിട്ടുണ്ടായിരുന്ന വിജ്ഞാപനങ്ങളും പുതിയ വിജ്ഞാപനങ്ങളും ഈ വരുന്ന പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് എടുക്കുക. ഇതിൽ മെയിൻസ് പരീക്ഷ തന്നെയായിരിക്കും ആദ്യമായിട്ട് വരാനായിട്ട് പോകുന്നത്. അതിൽ വലിയ സംശയങ്ങൾ വരാനുള്ള ചാൻസ് ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഫയർ വുമൺ കൂടാതെ പിന്നെ വരുന്ന ഒരു ജനറൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സംസ്ഥാനതല എക്സാമിനേഷൻ ആണ്, സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആണ്. നമ്മുടെ ബാക്കിയുള്ള ഫയർമാനെ പോലെ ജില്ലാ തലത്തിൽ മറ്റേ ഡിസ്ട്രിക്ട് വൈസ് എക്സാമിനേഷൻ ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ലിസ്റ്റ് വന്നാൽ ഉടൻ തന്നെ പുതിയ വിജ്ഞാപനം വരാനായിട്ട് പോകുന്നു എന്ന് കേരള PSC പറയുന്നുണ്ട്. സിവിൽ എക്സൈസ് ഓഫീസറിന്റെ തസ്തികയുടെ പുതിയ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കകം തന്നെ പുതിയ
എക്സൈസ് ഓഫീസറിന്റെ വിജ്ഞാപനം വരും. 2019 ഡിസംബർ 31 ഈ തസ്തികയുടെ മുൻ വിജ്ഞാപനം. കഴിഞ്ഞ ജൂൺ 19 മുതൽ ഓഗസ്റ്റ് 10 വരെയുള്ള വിവിധ തീയതികളിലായിട്ട് റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കാസർഗോഡ് ഒഴികെ ജില്ലകളിൽ 1ാം ഘട്ട നിയമന ശുപാർശയും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നിലവിലെ നിയമന നില നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെത് പത്തനംതിട്ട ജില്ലയിൽ 25, ആലപ്പുഴ 18, കോട്ടയം 31, ഇടുക്കി 30, എറണാകുളം 41, തൃശ്ശൂർ 37, പാലക്കാട് 29, മലപ്പുറം 20, കോഴിക്കോട് 9, വയനാട് 12, കണ്ണൂർ 13 എന്നിങ്ങനെയാണ്. എന്തിനായാലും ഈ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റ് വന്നാലുള്ളത് തന്നെ പുതിയ വിജ്ഞാപനം വരും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഫയർ വുമൺ ഉണ്ട്, സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ട്. രണ്ടിനും സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ വിജ്ഞാപനം വന്നാലുള്ളത് തന്നെ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിജ്ഞാപനങ്ങളിലേക്ക് പോവാം, ബാക്കി വാർത്തകളിലേക്ക് പോവാം. ഒരു പത്രം എങ്ങനെയൊക്കെ വാർത്ത വളച്ചൊടിക്കുന്നു എന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു പത്രത്തിനകത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയാണ്. ഈ വർഷം 30,000 കടക്കും നിയമന റെക്കോർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 2023 നിയമനങ്ങളുടെ എണ്ണം 22,370 എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് വന്നിട്ടുണ്ടായിരുന്ന തൊഴിൽ വീതിക്കകത്തുള്ള നിയമനം നോക്കിയേ 15,147. ഇത് അട്ടർ ഫേക്ക് ആയിട്ടുള്ള ന്യൂസാണ്. ഈ വാർത്ത അട്ടർ ഫേക്ക് ആയിട്ടുള്ള ന്യൂസാണ്. കാരണം ഈ കറക്റ്റ് എണ്ണം എന്ന് പറയുമ്പോൾ 2023 ഈ ഒരു എണ്ണം വെച്ചിട്ട് 1-2 അല്ലാത്ത മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും കൊടുത്തിട്ടുള്ള സെയിം സംഖ്യയാണ് ഈ 15,144 എന്ന് പറയുമ്പോൾ അടുത്ത കാലയളവുകളിൽ ഏറ്റവും കുറവ് നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന 2023 സിവിൽ നമ്മുടെ CPOയുടെ ആയാലും LDCയുടെ ആയാലും LGSന്റെ ആയാലും നിയമനങ്ങളൊന്നും നേരെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ CPOയുടെ കേസിലാണ് ഏറ്റവും കൂടുതൽ കഷ്ടമായിട്ട് വന്നിട്ടുള്ളത്. 1,500ഓളം നിയമന ശുപാർശ പോയിട്ടുള്ളിടത്ത് 200-300 മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഒരു വർഷം മാത്രം കാലാവധിയാണ് ഓരോ റാങ്ക് ലിസ്റ്റിനും ഉള്ളത്. ദയവ് ചെയ്ത് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ റാങ്ക് ലിസ്റ്റിനകത്ത് കയറ്റി ജോലി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒഴിവുകൾ നേരെ റിപ്പോർട്ട് ചെയ്യുക. പല NJD ഒഴിവുകളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ റാങ്ക് ലിസ്റ്റിൽ കിട്ടി ജോലിയിൽ പ്രവേശിച്ച ശേഷം ക്യാമ്പിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. അവരുടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല അല്ലാതെ തന്നെ NJD ഒഴിവുകൾ വന്നിട്ടുണ്ട്, അതും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ അപാകതയാണ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ പോകുന്നതിലേക്ക് ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ എന്തായാലും ദയവ് ചെയ്ത് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇനിയെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും സാധാരണക്കാരന്റെ ജീവിതം. അടുത്ത വാർത്ത എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലതാമസം. BEVCOയിൽ 263 ഡെപ്യൂട്ടേഷൻ നിയമത്തിന് അനുമതി. നിങ്ങൾ ഈ ഡെപ്യൂട്ടേഷൻ നിയമനവും താൽക്കാലിക നിയമനവും നടത്തി ആളെ കയറ്റിക്കൊണ്ടിരുന്നു. കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പറ്റുന്നവൻ മണ്ടനായിട്ടിരിക്കേണ്ട ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് വായിച്ചു നോക്കിയേ. 263 ഡെപ്യൂട്ടേഷൻ നിയമനം. PSC റാങ്ക് ലിസ്റ്റ് വൈകുന്നതിനാൽ ബിവറേജസ് കോർപ്പറേഷനിലേക്ക് 263 തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ നിയമനത്തിന് നികുതി വകുപ്പിന് അനുമതി. ഇതിന് അനുമതി നൽകി സെപ്റ്റംബർ 21 ടാക്സസ് വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓഫീസ് അറ്റൻഡന്റ്, ഷോപ്പ് അസിസ്റ്റന്റ്, LD ക്ലർക്ക് തസ്തികയിലേക്കാണ് നിയമനം. ഒരു വർഷത്തേക്ക് PSCയിൽ നിന്ന് ഉദ്യോഗസ്ഥർ വരികയോ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ വരുന്നത് വരെയോ ആയിരിക്കും ഈ ഡെപ്യൂട്ടേഷൻ നിയമനം. ഏറ്റവും കൂടുതൽ ഒഴിവുകൾ എറണാകുളത്താണ്, 65 ഒഴിവ്. എന്റെ പൊന്നു ദൈവമേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ആ റാങ്ക് ലിസ്റ്റ് വന്നില്ലേ? റാങ്ക് ലിസ്റ്റ് വരാതിനുള്ള കാലതാമസമാണോ നിങ്ങൾ ഈ 263 ഡെപ്യൂട്ടേഷൻ നിയമനം? നിങ്ങൾ ഇതെല്ലാം മോയന്മാരാണ്. പേപ്പർ എടുത്ത് മെഷീനിൽ വെച്ചാൽ മതി റിസൾട്ട് വരാനായിട്ട്. എന്തിനാണ് ഇത്രയും താമസിപ്പിക്കുന്നത് വെച്ചിട്ട്? ഈ ഡെപ്യൂട്ടേഷൻ നിയമനം നടത്തുന്നതിന് വരെ നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റ് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്താത്തത്. ഈ ഡെപ്യൂട്ടേഷൻ നിയമനത്തിന് KTOമാരെ നിങ്ങൾ ഇറക്കുമോ? പാർട്ടി ബലത്തിൽ KTOമാരെ നിങ്ങൾ ഇറക്കുമോ? എനിക്ക് ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. എന്തിനാണ് ഈ 65 ഓരോ ജില്ലയിലെ ഒഴിവുകൾ നോക്കിയത്? എറണാകുളത്ത് 65, അതുപോലെ തന്നെ കുറവ് കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ 5 വീതം, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ ഒഴിവില്ല. മറ്റ് ജില്ലയിലെ ഒഴിവ് പത്തനംതിട്ടയിൽ 20, ആലപ്പുഴ 15, കോട്ടയം 53, ഇടുക്കിയിൽ 20, തൃശ്ശൂർ 20, പാലക്കാട് 20, മലപ്പുറം 10, കോഴിക്കോട് 20, വയനാട് 10. ഇവിടെയൊക്കെ കയറാൻ പോകുന്ന ഡെപ്യൂട്ടേഷൻ വഴിയാണ്. ഈ ഡെപ്യൂട്ടേഷൻ വഴി കയറിയോ ഇറങ്ങിയോ ഇല്ലയോ എന്നുള്ളതിൽ എന്താണ് ഉറപ്പ് തരാൻ പറ്റുക? ഈ ഡെപ്യൂട്ടേഷൻ നിയമനത്തിന് അനുമതി കൊടുക്കുന്നതിന് പകരം നിങ്ങൾ റാങ്ക് ലിസ്റ്റ് മുന്നിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്ത CPOയുടെ കേസാണ്. CPOയുടെ 4 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഒരുത്തരം തിരുത്തി എന്നാണ് പറയുന്നത്. സിവിൽ പോലീസ് ഓഫീസറിന്റെ തസ്തികയിലേക്ക് ജൂലൈ 22 നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷയിലെ 4 ചോദ്യങ്ങൾ ഒഴിവാക്കി. ചോദ്യം കോഡ് A പ്രകാരം 7, 28, 33, 57 ചോദ്യങ്ങളാണ് മാറ്റിയത്. അന്തിമ ഉത്തര സൂചികയിൽ നിന്നാണ് ഒഴിവാക്കി. ഇതോടെ പരീക്ഷയിലെ ആകെ മാർക്ക് 96 മാറി. ഈ 100 ചോദ്യം ഉണ്ടാക്കാൻ പോലും സത്യം പറഞ്ഞവർക്ക് അറിഞ്ഞിട്ടുണ്ട്. അതിലും പല ചോദ്യത്തിനകത്തും തെറ്റാണ് ഉത്തരം കൊടുത്തിട്ടുള്ളത്. ഫൈനൽ ആൻസർ കീൽ വരെ തെറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ LDC എറണാകുളത്ത് 55 പേർ കൂടി നിയമനം വരുന്നുണ്ട്. 28-ാം തീയതിയിലെ ഇന്റർവ്യൂ 30-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 28-ാം തീയതി നടത്താനിരുന്ന ഇന്റർവ്യൂകൾ എന്ന് പറയുമ്പോൾ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1, അതുപോലെ തന്നെ ബൊട്ടാണിക്കൽ ജൂനിയർ, അതുപോലെ തന്നെ ജില്ലയിലേക്കുള്ള ഹൈസ്കൂൾ അസിസ്റ്റന്റ് മാത്തമാറ്റിക്സ്, മലപ്പുറം ജില്ലയിലേക്കുള്ള മലയാളം ടീച്ചർ, പാലക്കാട് ജില്ലയിലേക്കുള്ള സോഷ്യൽ സയൻസ് എന്നിവരിലേക്ക് ഇന്റർവ്യൂസ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ സർവകലാശാല അസിസ്റ്റന്റിന്റെ 43 പേർ കൂടെ ഉടനെ നിയമനം പോകുന്നുണ്ട്. റാങ്ക് ലിസ്റ്റ് ഈ ആഴ്ച അവസാനിക്കും. സർവകലാശാല അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് സെപ്റ്റംബർ 28 അവസാനിക്കും. 3 വർഷത്തേക്കാണ് സ്വാഭാവിക കാലാവധി പൂർത്തിയാക്കിയാണ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ എക്സാമിനേഷന്റെ റാങ്ക് ലിസ്റ്റ് സെപ്റ്റംബർ 28 അവസാനിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് ഘട്ടമായിട്ട് 43 പേർ കൂടി നിയമനം പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ നിപ്പ വന്നത് കാരണം പരീക്ഷകളിൽ മാറ്റം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എക്സാം കലണ്ടർ വെച്ചിട്ട് നമ്മുടെ സെക്കൻഡ് ചാനലിൽ നമ്മളത് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ PSCയുടെ അപ്ഡേറ്റുകൾക്ക് മാത്രമുള്ളൊരു ചാനലാണ് ആ സെക്കൻഡ് ചാനൽ. വീഡിയോ ആണെന്ന് എല്ലാവരും ആ സെക്കൻഡ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ചാനലിൽ കൊടുക്കാൻ പറ്റാത്ത നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആ ചാനലിലായിരിക്കും കൊടുക്കുക. അപ്പോൾ ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കോഴിക്കോട് ജില്ലക്കാരുടെ കായികക്ഷമതാ പരീക്ഷയും അളവെടുപ്പും പിന്നീട് നടത്തും. ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള 9 തസ്തികയിലേക്ക് സാധ്യതാ ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് സാധ്യതാ ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് എന്നതിൽ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ 3 സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നാളെ മറ്റന്നാളെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. ഓക്കെ. പിന്നെ ഉള്ളത് PSC ദിസ് വീക്ക് ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ആഴ്ച പോയിട്ടുള്ള അഡ്വൈസുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്തും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ കേരള PSCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഫയർമാൻ ഫയർവുമന്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഏകദേശം 8ഓളം ക്ലാസ്സുകളായിട്ടുണ്ട്. ഒരു മോഡൽ എക്സാമും മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു മോക്ക് ടെസ്റ്റ് നാളെ തന്നെ നമ്മുടെ ചാനലിലുണ്ടാവും. അപ്പോൾ ഈ നടത്തുന്ന നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകളായാലും ബാക്കിയുള്ള ഫയർമാൻ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്ന എല്ലാ ക്ലാസ്സുകളും വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. 100 രൂപ മാത്രമേ ഉള്ളൂ. ആ ഒരു 100 രൂപ പേ ചെയ്താൽ ഇപ്പോൾ ഫയർ വുമണ് പഠിക്കുന്നവരായാലും ഫയർമാന് പഠിക്കുന്നവരായാലും ഈ ഒരു നമ്പറിലേക്ക് 9961169272 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഫയർ വുമൺ തസ്തിക അല്ലെങ്കിൽ ഫയർ വുമന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന സ്ഥിതിക്ക് നിങ്ങളൂടെ എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അതുപോലെ നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ PSC അപ്ഡേറ്റ് നോളജ് ഫാക്ടറി എന്ന് പറയുന്ന സെക്കൻഡ് ചാനലിലൂടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.